ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ 1 minus 5 and b minus 4 5 is divided by x axis. Also find the coordinates of the point of division. ഇതെങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോഴേ ഇത് റഫായിട്ടുള്ള ഫിഗറാണ് കേട്ടോ, ആക്ച്വൽ ഫിഗറായിട്ട് കരുതണ്ട. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് 1, -5 ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് -4, 5. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈൻ സെഗ്മെന്റ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിനെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആ പോയിന്റ് അറിയില്ല, പി എന്നങ്ങനെ അസ്യൂം ചെയ്യാം. എ പി ഈസ്റ്റ് പി ബി ആണ് ക്വസ്റ്റ്യൻ. എ ബി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് വരച്ചപ്പോൾ എക്സ് ആക്സിസിനെ ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. പി കാണണം, അതിനോടൊപ്പം തന്നെ എ പി ഈസ്റ്റ് പി ബി എന്താണെന്ന് അറിയുകയും വേണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡയഗ്രാം വരച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡയഗ്രാം സിമ്പിളായിട്ട് ഡയഗ്രാം വരയ്ക്കാം. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട് അല്ലേ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, -5, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4, 5, പി എന്ന് പറഞ്ഞ പോയിന്റ് അറിയാമല്ലോ, എക്സ് ആക്സിസ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് കട്ട് ചെയ്തു. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിലുള്ള പോയിന്റ് തന്നെ ഇല്ലേ നോക്കി. പി എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. എക്സ് ആക്സിസിലുള്ള പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വൈ കോർഡിനേറ്റ് 0 ആണ്. ഓർമ്മയില്ലേ? എക്സ് ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന് എക്സ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റിന് എക്സ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ വരും, കണ്ടില്ലേ? 1, 0, 2, 0, 3, 0 എക്സിട്ര. ഇതെല്ലാം എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റുകളാണ്. വൈ വാല്യൂ കണ്ടില്ലേ? 0 വരുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും ശരി വൈ വാല്യൂ 0 ആണ്. എക്സ് വാല്യൂ എന്തോ ആണ്, അതറിയില്ല. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല. നമുക്ക് അല്ല x, 0 ആണെന്ന് അസ്യൂം ചെയ്യാം. വൈ വാല്യൂ 0 ആയിട്ട് എടുത്തു. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കി. എ പി ഈസ്റ്റ് പി ബി ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യുക m/n എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ m/n കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ആ പിയുടെ കോർഡിനേറ്റ്സും കാണണം. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുന്നത് ഇങ്ങനൊരു ആരോ വരയ്ക്കുക, അല്ലേ? നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാൻ പോവാണ്. പി എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് വരും? m × -4 ആരോൻ്റെ ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ -4m, പിന്നെ n × 1 വരുന്നുണ്ട്, അത് n ആണ്. താഴെ വരുന്നത് m+n ആണ്. കോമ ഇതേപോലെ വൈ കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ m × 5 5m പ്ലസ് n × -5 അല്ലേ. n × -5 -5n ഡിവൈഡഡ് ബൈ m+n. ഇങ്ങനെയാണ് പി വരുന്നത്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് ഇത് x, 0 ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് x, 0. നമുക്ക് ആ m/n കാണണം അല്ലേ. അപ്പോൾ ഇത് x, 0 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ലെഫ്റ്റും റൈറ്റും കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ വൈ കോർഡിനേറ്റിൻ്റെ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ 0 അല്ലേ വന്നിരിക്കുന്നത്. വൈ കോർഡിനേറ്റിൻ്റെ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ 0 ആണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വൈ കോർഡിനേറ്റ് കമ്പയർ ചെയ്താൽ ഇവിടെ 5m - 5n അല്ലേ.
5m minus 5n divided by m plus n. Right side 0. ഇത് 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 ആയിരിക്കണം. ശരിയല്ലേ? ഇത് 0 ആവണമെങ്കിൽ ഈ എക്സ്പ്രഷൻ 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 ആവണം. 5m minus 5n 0 ആവണം. ആ മൈനസ് 5n റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. 5m = 5n. 5ഉം 5ഉം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ m = n. ഓർ m/n = 1 എന്ന് എഴുതാലും കുഴപ്പമില്ല. m = n ആണെങ്കിൽ m/n 1 ആണ്. ഓർ m/n 1:1 ആണ്. 1നെ 1:1 എഴുതിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ റേഷ്യോ എക്സ് ആക്സിസ് എ ബിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:1 കഴിഞ്ഞിട്ടില്ല. റേഷ്യോ കിട്ടി. നമുക്ക് ആ പിയുടെ കോർഡിനേറ്റ്സും കൂടിയും കാണണം. പിയുടെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ പി കാണാനുള്ള ഫോർമുല നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ദേ കാണുന്നുണ്ടോ? -4m + n/m + n. ഇത് 0 ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 1ഉം കൊടുക്കുക, എന്നിനും 1 കൊടുക്കുക. പി കാണാനുള്ള ഫോർമുല ഇവിടെ ഓൾറെഡി ഉണ്ട്. എമ്മിന് 1 കൊടുക്കുക, എന്നിനും 1 കൊടുക്കുക. -4 + 1 വരും മുകളിൽ. താഴെ m + n ആണ്. അതായത് 1 + 1 ആണ് 2. ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ കൊടുത്തോ. എമ്മിന് 1ഉം എന്നിന് 1ഉം കൊടുത്തോ. എമ്മിന് 1ഉം എന്നിന് 1 കൊടുക്കുമ്പോൾ 5 - 5 വരും ഇവിടെ. m 1 n 1. 5 - 5 0. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് പിയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? -4 + 1 -3 ആണ്. -3/2, 0 ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ.